ഹായ് എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് വെബ് പേജസും ഡൈനാമിക് വെബ് പേജസും എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഡേറ്റാ ബേസിൽ നിന്ന് പോയി ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് പ്രസൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ സ്ക്രിപ്റ്റുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റുകളുണ്ട്. അത് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HTML പേജസിനകത്ത് എഴുതുന്ന പ്രോഗ്രാം കോഡ്സിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റുകളെന്ന് പറയുന്നത്. ഓക്കെ, നോർമലി HTML ലാംഗ്വേജ് അല്ലെങ്കിൽ HTML ടാഗ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വെബ് പേജിനെ അറേഞ്ച് ചെയ്യാനും അതിനകത്തുള്ള കണ്ടൻറ്റ്സ് റൈറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ HTML പേജ് ടാഗുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരിക്കലും നമ്മളൊരു പ്രോഗ്രാം എഴുതാറില്ല. അതായത് എന്താ പറയുക, ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു ഫങ്ഷൻ ചെയ്യിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എഴുതാറില്ല. ജസ്റ്റ് ആ പേജ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയുള്ള ടാഗുകൾ മാത്രമേ നമ്മൾ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഡൈനാമിക് വെബ് പേജസ് വരുന്ന സമയത്ത് ഡൈനാമിക് വെബ് പേജസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റാബേസിൽ പോയിട്ട് ഡേറ്റാബേസിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വരണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രോഗ്രാമിങ്ങും കൂടെ അതിനകത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ പ്രോഗ്രാമിംഗ് കോഡ്സാണ് നമ്മൾ ഈ HTML പേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാം കോഡ്സിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോർമലി നമ്മൾ നോട്ട് പാഡ് പോലെയുള്ള ടെക്സ്റ്റ് എഡിറ്റേഴ്സിനകത്താണ് നമ്മൾ നോർമലി സ്ക്രിപ്റ്റുകളൊക്കെ എഴുതുന്നത്. ഇനി പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, പേൾ, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വെബ് ബ്രൗസേഴ്സോ അല്ലെങ്കിൽ വെബ് സെർവർ സോഫ്റ്റ്വെയറോ ആയിരിക്കും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യുക മീൻസ് എന്താണ്? അതിനെ പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നുകിൽ വെബ് ബ്രൗസർ ആയിരിക്കും അല്ലെങ്കിൽ വെബ് സെർവർ സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇനി വെബ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതായത് ബാങ്കിങ് സോഫ്റ്റ്വെയർ, ഹയർ സെക്കൻഡറി അഡ്മിഷൻ സോഫ്റ്റ്വെയർ, ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്. വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസും കൂടി ചേർത്തിട്ടാണ്. ഇപ്പം ഇത് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് അല്ലെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് HTML-നകത്തൊരു ടാഗുണ്ട്. അപ്പോൾ ആ HTML-നകത്ത് യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന 2 ടാഗുകളുണ്ട്. ഈ ടാഗിനുള്ളിലാണ് നമ്മൾ പ്രോഗ്രാം കോഡ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് വെബ് ബ്രൗസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇത് സ്ക്രിപ്റ്റാണ് എന്നുള്ള കേസ്. ഓക്കെ, അപ്പോൾ വെബ് ബ്രൗസേഴ്സാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ഇൻ്റർപ്രറ്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള ടാഗിനുള്ളിലായിരിക്കണം നമ്മൾ ഈ പ്രോഗ്രാം കോഡ്സ്, അതായത് സ്ക്രിപ്റ്റിൻ്റെ കോഡുകൾ നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സിനെ നമ്മുടെ HTML ഡോക്യുമെൻറ്റിലേക്ക് എംബഡ് ചെയ്യാനോ റെഫർ ചെയ്യാനോ വേണ്ടിയിട്ടാണ്. എംബഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML കോഡിലേക്ക് അതിനെ ചേർക്കുക. റെഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയലിനെ ഇതിലേക്ക് വിളിക്കുക. അങ്ങനെയുള്ള 2 രീതിയിൽ നമുക്കിതിനെ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് നമ്മുടെ HTML ഡോക്യുമെൻറ്റുമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും പിന്നെ SRC എന്നുള്ള ഒരു ആട്രിബ്യൂട്ടും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് എന്നുള്ളത് വെബ് ബ്രൗസറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മുടെ HTML ഫയലിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സിസ്റ്റത്തിന് അറിയണം, അല്ലെങ്കിൽ വെബ് ബ്രൗസറിന് അറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ഈ ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ട് ടൈപ്പ് = text/javascript എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ടെക്സ്റ്റാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ്. സ്ക്രിപ്റ്റ് ടൈപ്പ് = text/javascript. ഓക്കെ, ഇപ്പോൾ നമ്മൾ VB സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ VB സ്ക്രിപ്റ്റ് പറയും, PHP ആണെങ്കിൽ PHP പറയും. അങ്ങനെ എന്ത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് വേണമെങ്കിൽ സ്ക്രിപ്റ്റുകളെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനും /സ്ക്രിപ്റ്റിനും ഇടയിൽ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ കോഡ് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമുക്ക് അത് ഒരു മെത്തേഡ്. രണ്ടാമത് വേറൊരു മെത്തേഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് നമ്മുടെ സ്ക്രിപ്റ്റുകൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണോ പെർഫോം ചെയ്യേണ്ടത് ആ പെർഫോം ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും ഞാൻ വേറൊരു ഫയലിനകത്ത് വേണമെങ്കിൽ എനിക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ആ ഫയലിനെ നമുക്ക് നമ്മുടെ HTML പേജിലേക്ക് അല്ലെങ്കിൽ HTML ഡോക്യുമെൻറ്റിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് നമ്മൾ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ SRC ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ ഫയൽ, അതായത് സ്ക്രിപ്റ്റിംഗ് കോഡ് നമ്മൾ എഴുതി വച്ചേക്കുന്ന ആ ഫയലിൻ്റെ അഡ്രസ്സ് നമ്മുടെ വെബ് പേജിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത്. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു text/javascript SRC ഈക്വൽ ടു സ്ക്രിപ്റ്റ് കോഡ് .js. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സ്ക്രിപ്റ്റ് കോഡ് .js എന്ന് പറയുന്നത് ഒരു ഫയലാണ്. ഓക്കെ, ആ ഫയലിനകത്ത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് .js എന്നുള്ള ഫയൽ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എപ്പോഴും നമ്മൾ സേവ് ചെയ്യുന്നത് .js എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. അല്ലാതെ തന്നെ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുകൊണ്ട് ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് വെബ് ബ്രൗസർ ഇതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണുള്ളത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റ് ബ്രൗസർ, ക്ലയൻ്റ് ആരാ, നമ്മളാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ് പേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണ് ആ ക്ലയൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ബ്രൗസറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് കോഡിനെയാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് വളരെ വേഗത്തിൽ റെസ്പോൺസ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റ് ബ്രൗസർ കുറച്ച് ഈ എന്താണോ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ കുറച്ച് പോർഷൻ വെബ് ആപ്ലിക്കേഷനിലും കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ എക്സിക്യൂഷൻ നടത്തി അതിൻ്റെ റെസ്പോൺസ് വളരെ വേഗത്തിൽ യൂസേഴ്സിൽ എത്തിക്കാനായിട്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് കഴിയും. ഓക്കെ, പക്ഷേ ദർ ആർ സം ബ്രൗസേഴ്സ് ദാറ്റ് ഡു നോട്ട് സപ്പോർട്ട് സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാത്ത ചില ബ്രൗസേഴ്സും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള മിക്കവാറും ഉള്ള ബ്രൗസേഴ്സ് എല്ലാം തന്നെ സ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില ബ്രൗസേഴ്സിൽ വേണമെങ്കിൽ നമുക്ക് ആ സ്ക്രിപ്റ്റിന് ബ്ലോക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് ചിലപ്പോൾ മെസ്സേജസ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, ദിസ് പേജ് കണ്ടെയ്ൻസ് ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ VB സ്ക്രിപ്റ്റ്, ഡു യു വോണ്ട് ടു എക്സിക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റുമാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് വാലിഡേഷൻസിന് വേണ്ടിയിട്ടാണ്. വാലിഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂസർ നെയിമിന് കറസ്പോണ്ടിങ് പാസ്വേഡ് എടുത്ത് അത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യാനുള്ള ഡേറ്റയിൽ എന്തെങ്കിലും ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം പെർഫോം ചെയ്യുന്നത് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് വാലിഡേഷൻസിന് വേണ്ടിയിട്ടും, വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് ചെക്ക് ചെയ്യാനും പിന്നെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡൈനാമിക്കലി വെബ് പേജസിനകത്തേക്ക് ഡേറ്റ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, അപ്പം കാരണം നമ്മുടെ ഈ ഒരു
ഡൈനാമിക് വെബ് പേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഡേറ്റ എന്ന് പറയുന്നത് ആ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് സെർവറിനകത്തുള്ള ഒരു ഡേറ്റാ ബേസിലായിരിക്കും അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരു വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക്, സെർവറിലെ വെബ് സെർവർ സോഫ്റ്റ്വെയറിലേക്ക് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു. ആ റിക്വസ്റ്റിനെ PHP, ഇതാണ് നമ്മുടെ ഇവിടുത്തെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാ ബേസിലേക്ക് പോയിട്ട് ആവശ്യത്തിനുള്ള ഡേറ്റ എടുത്തുകൊണ്ട് വന്ന് വെബ് സെർവർ സോഫ്റ്റ്വെയർ വഴി ക്ലയൻറ്റിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന പ്രോസസ്സുകളെല്ലാം, ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എന്ത് ഡേറ്റയാണോ റിക്വസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മൾ എക്സാമിൻ്റെ റിസൾട്ടാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മളൊരു രജിസ്റ്റർ നമ്പർ കൊടുക്കും. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ ഇവിടുന്ന് പാസ് ചെയ്ത് വന്നിട്ട് ആ രജിസ്റ്റർ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ മാത്രം ഇവിടുന്ന് കണ്ടുപിടിച്ച് എടുക്കണം അല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്യുന്നത് ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജസിനെ ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് സെർവറിനകത്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം സെർവറിനകത്ത് ഉള്ള എക്സിക്യൂഷൻ ആയതുകൊണ്ട് തന്നെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനകത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ അതിനകത്തുള്ള ബ്രൗസറിൻ്റെ ടൈപ്പോ വേർഷൻസോ ഇതൊന്നും തന്നെ അതിൻ്റെ എക്സിക്യൂഷനെ അഫക്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം സെർവറിലാണ് ഇവിടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിനകത്ത് എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലെങ്കിൽ അതിനകത്ത് ഏത് ബ്രൗസറാണ് എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സെർവറിലാണ് പ്രോസസ്സുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെർവറിൻ്റെ റിസോഴ്സസ് ആണ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് പേൾ, PHP, ASP, JSP, എക്സെട്ര. ഓക്കെ, ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ കേസിൽ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നത് ക്ലയൻറ്റ് ബ്രൗസറിലേക്കാണ് കോപ്പി ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് വെബ് സെർവറിലായിരിക്കും ഉണ്ടാവുക. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് ബ്രൗസറാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറാണ്. ഓക്കെ, വെബ് സെർവറാണ്. ദെൻ ആ വെബ് സെർവർ പ്രോസസ്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വെബ് പേജിനെ ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ക്ലയൻറ്റ് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ സ്ക്രിപ്റ്റ് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസർ തന്നെയാണ്. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ദി ക്ലയൻറ്റ്. ഇപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റിൻ്റെ ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ്. അതായത് യൂസർ നെയിം പാസ്വേഡ് കറക്റ്റ് ആണോ എന്ന് നോക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡേറ്റാ ബേസസിനെ കണക്ട് ചെയ്യാനും അവിടെ നിന്നുള്ള ഡേറ്റ റിട്ടേൺ ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ് യൂസറിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. അതേസമയം സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നതിന് വെബ് ബ്രൗസറിൻ്റെ ടൈപ്പ് എന്താണ്, വേർഷൻ എന്താണ് എന്നുള്ളതെല്ലാം മാറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ ബ്രൗസറിൻ്റെ ടൈപ്പും വേർഷനും എല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും. അതേസമയം വെബ് ബ്രൗസർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വെബ് ബ്രൗസറിൻ്റെയോ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണുള്ളത്. ഇപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ക്ലയൻറ്റ് ബ്രൗസറിലാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ അത് വെബ് സെർവറാണ് ചെയ്യുന്നത്. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡേറ്റാ ബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റ് സൈഡ് സെർവർ സ്ക്രിപ്റ്റിങ്ങിന് യൂസേഴ്സിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് യൂസേഴ്സിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ വെബ് ബ്രൗസറിനെയും അതിൻ്റെ ടൈപ്പിനെയും വേർഷൻസിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അതേസമയം സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്ത് വെബ് ബ്രൗസറിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇതാണ് 2 ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒക്കെ. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ദെൻ thank you for watching. Bye, take care.